ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. ലാസ്റ്റ് എപ്പിസോഡിൽ ഹീറോയിനെ അമ്മ തിരികെ വിളിച്ചിരുന്നു. വീട്ടിൽ വന്ന കയറി ഉടനെ അമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്ന എല്ലാം വാരി കഴിക്കുക. നമ്മൾ എവിടെയൊക്കെ പോയി നിന്നാലും എത്രയൊക്കെ ഫുഡ് കഴിച്ചാലും അമ്മമാരുണ്ടാക്കുന്ന അത്രയും വരില്ലല്ലോ. ഹീറോ 5-6 ദിവസം അമ്മയുടെ ഫുഡ് ശരിക്കും മിസ് ചെയ്തു തോന്നുന്നു. ആ കഴിപ്പ് കാണുമ്പോ അറിയാം, സത്യത്തെ അമ്മ ക്വിൻഷീനെ അത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല. കാരണം ഇത്രയും നാളും വീട്ടിൽ തന്നെ ഇരുന്ന ഹീറോയ്ക്ക് പെട്ടെന്ന് ഒരു ഗേൾ ഫ്രണ്ട് വരിക എന്ന് പറയുമ്പോൾ അത്ര വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അമ്മയ്ക്ക് അമ്മയുടെ മോനെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഓരോ മൂവും ചെക്ക് വെക്കുന്ന രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഹീറോനെ വിളിച്ചു വരുത്തിയതും വെറുതെ അല്ല. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കാം, പക്ഷേ മാരേജ് എന്ന് പറയുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാ. നിങ്ങൾ രണ്ടുപേരും എങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നു, ഓരോ പ്രശ്നങ്ങളും എങ്ങനെ സംസാരിച്ച് പരിഹരിക്കുന്നു, ലൈഫിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാരേജ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഒരു 3 മാസം ഒരുമിച്ച് ജീവിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എന്തായാലും മാരേജ് ചെയ്യാന്ന് പറയാ. ഈ ഒരു കാര്യം കേട്ടതും ഹീറോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നോക്കുന്നത്. അമ്മക്ക് എങ്ങനെയാ ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ കിട്ടുന്നതെന്നുള്ള രീതിയിലാണ്. ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കൂട്ടുകാരന്റെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടെടുത്ത കൂട്ടുകാരനും നിന്റെ അമ്മ ശരിക്കും സ്മാർട്ടാ, അല്ലെങ്കിൽ നിന്നെ ലോക്കാക്കേണ്ട വഴിയൊക്കെ അമ്മയ്ക്ക് പണ്ടേ കാണാപ്പാടവാ. ശരിക്കും നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവളോട് പോയി താമസിക്കാൻ പോവാണോന്ന് ചോദിക്കുക. ഹീറോയും അയ്യോ അതിനൊന്നും പറ്റത്തില്ല, അവളുടെ കൂടെയൊക്കെ എങ്ങനെ ജീവിക്കുന്നത്, എന്തേലും വഴിയൊക്കെ കണ്ടുപിടിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ കൂട്ടുകാരനും അവളൊരു ലോയർ ആണെന്നുള്ളത് കൊണ്ടാണോ നീ ഇത്ര അവോയ്ഡ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒരു പാവാന്ന്. ശരിക്കും പറഞ്ഞ ഹീറോയ്ക്ക് ഇപ്പൊ അമ്മ പറഞ്ഞത് അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് നീ ഒരുമിച്ച് താമസിക്കുന്നതായിട്ട് അഭിനയിച്ചാലോ എന്നുള്ളൊരു തോട്ടുമുണ്ട് ഹീറോയ്ക്ക്. ഇവിടെ ക്വിൻഷി ഇപ്പോഴും ടേനെ അവിടെ കണ്ട കാര്യം തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനായിരിക്കും ലാനിന്റെ പുറകെ ടേൻ നടക്കുന്നത്? അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണോ ലാൻ? ലാനിനെ പറ്റി കൂടുതൽ അറിയണമല്ലോ എന്നൊക്കെ കരുതിയിരിക്കുമ്പോ കറക്റ്റ് ഹീറോ വിളിക്കുന്നുണ്ട്. എന്റെ ലഗേജ് നിന്റെ കാറിൽ തന്നെ ഇരിക്കുക, അതെടുക്കാനായിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാ. ക്വിൻഷി ഉടനെ വൈകുന്നേരം നീ വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് എടുക്കാന്ന് പറഞ്ഞ് ഹീറോനോട് ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. നീ ഫിനാൻസിനെ ഒക്കെ പറ്റി പഠിച്ചതല്ലേ? ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു ബിസിനസ് മാന് ലൂവി യുലാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നടത്തുന്നത്. പക്ഷെ എനിക്കെന്തോ സ്ട്രേഞ്ച് ഫീല് തോന്നുന്നു. നിനക്ക് അതിനെ പറ്റി എന്തെങ്കിലും അറിയാവെന്ന് ചോദിച്ചാൽ ആ ഒരു കമ്പനി ഫോറിനിലെ മറ്റൊരു കമ്പനിയുമായിട്ട് മെർജ് ചെയ്താണ് പ്രവർത്തിക്കുന്നത് എന്ന ഈ കാര്യം മറ്റാർക്കും അറിയില്ല. ഇത് ഹീറോയിന്റെ അടുത്ത് ഹീറോ പറഞ്ഞപ്പോഴാണ് ക്വിൻഷിയും ഇതിനെപ്പറ്റി അറിയുന്നത്. എന്തിനായിരിക്കും മറ്റുള്ളവരുടെ അടുത്തൊന്നും ഈ കാര്യം ഹൈഡ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ടൈമില് ക്വിൻഷിക്ക് അവളുടെ സ്റ്റെപ്പ് ബ്രദറിന്റെ അടുത്തൊന്നും കോൾ വരുന്നുണ്ട്. നീയും നിന്റെ ചേട്ടനും വൈകിട്ട് എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. കുറച്ചു നേരം കഴിഞ്ഞപ്പം വൂഫേനെ വിളിച്ച് നീ ഇപ്പൊ എന്തൊക്കെ വർക്ക് ചെയ്യുന്നോ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് അന്വേഷിക്കണം. ലാനിനെ പറ്റിയും ഈ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസും മൊത്തം കളക്ട് ചെയ്യണം. എന്നിട്ട് വൈകിട്ട് തന്നെ നീ എനിക്ക് കൊണ്ടുതരണമെന്ന് പറയാം. വൈകുന്നേരം അവരെല്ലാ ഡീറ്റെയിൽസും അരിച്ചു പറക്കി. എന്നാ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നോർമലി എല്ലാ കമ്പനികളും ചെയ്യുന്ന വർക്ക് തന്നെ ഇവരും ചെയ്യുന്നുള്ളൂ. എന്തോ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മാത്രം സെൻസ് ആവുന്നുണ്ട്. പക്ഷെ എന്താന്ന് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇവരിതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടേ വൂഫേനെ വിളിച്ചിട്ട് നമുക്ക് ഡിന്നറിന് പോവാന്ന് ചോദിക്കുന്നുണ്ട്. അവളും ഞാൻ ഇത്തിരി ബിസിയാണ്, നമുക്ക് പിന്നൊരു ദിവസം പോവാന്ന് പറഞ്ഞ് ക്വിൻഷിയുടെ അടുത്തേക്ക് പോയി. മാം 8 മണിയായി, ഇതുവരെ ഓഫീസിൽ നിന്ന് പോവാറായില്ലെന്ന് ചോദിക്കുക. അപ്പോഴാണ് ഹീറോയിൻ ചേട്ടൻ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നത്. വേഗം തന്നെ വെപ്രാളപ്പെട്ട് ചേട്ടനെ കാണാനായിട്ട് വന്നു. ഇത് ക്വിൻഷിയുടെയും വെന്യുന്റെയും സ്റ്റെപ്പ് ബ്രദർ ആണ്. ക്വിൻഷി ചേട്ടനെ കാണാൻ വന്നോ ഇല്ലയോ, അവിടുത്തെ ഫുഡ് എല്ലാം വന്നതേ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. നല്ല വിശപ്പോടെയാ വന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെന്യും വന്നു. അവിടെ വന്നിട്ടും രണ്ടുപേരും കൂടെ ഫൈറ്റിംഗ് തുടങ്ങി. അവസാനം ചേട്ടനാണ് സമാധാനപ്പെടുത്തുന്നത്. സത്യത്തിൽ ചേട്ടൻ ഇപ്പൊ ഇവരെ രണ്ടുപേരും വിളിച്ചു കൂട്ടിയത് ഇവരുടെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. അത് ആഘോഷിക്കാനായിട്ടാ. 3 പേർക്കും ഒരച്ഛനും 2 അമ്മമാരുമാ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ എന്നെ കൊണ്ട് ബർത്ത്ഡേ അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഞാൻ എന്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്യാൻ പോവാന്ന് പറയാ. ഇത് കേട്ടുടനെ ഹീറോയിനും എന്താ നീ ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്നോ? സത്യത്തിൽ അവള് നിന്നെയാണ് ഡിവോഴ്സ് ചെയ്യേണ്ടത്. നിന്റെ കൂടെയൊക്കെ ഏതേലും പെണ്ണ് ജീവിക്കുവോ? അവളായതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാന്ന് പറയാ. ഉടനെ വെന്യൂന്ന് കിടന്ന് തർക്കിക്കാൻ തുടങ്ങി. കണ്ടില്ല, എന്റെ തലയടിച്ച് പൊട്ടിച്ചു വെച്ചേക്കുവാ, ഇനി ഞാൻ അവളോട് ജീവിക്കണമെന്നാണ് നീ പറയുന്നത്? രാക്ഷസി അവളെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വീണ്ടും തർക്കിച്ചോണ്ടിരിക്കുക. ഉടനെ ചേട്ടൻ വഴക്ക് പറഞ്ഞ് രണ്ടുപേരെ സമാധാനപ്പെടുത്തി ബർത്ത്ഡേയുടെ കാര്യം ചർച്ച ചെയ്യാൻ തുടങ്ങി. അച്ഛന്റെ 70ാമത്തെ ബർത്ത്ഡേ നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചേട്ടൻ സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ മറ്റു ഫാമിലിയെ പോലെയല്ല, എന്നിട്ടും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, അതൊരിക്കലും നഷ്ടപ്പെടാതെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അതിനിങ്ങനെ ഇടയ്ക്ക് ആഘോഷങ്ങളൊക്കെ നല്ലതാന്ന് പറഞ്ഞ് അവിടെ സീൻ കട്ടാക്കി വൂഫേനെയാണ് കാണിക്കുന്നത്. ടേയും വൂഫയും മീറ്റ് ചെയ്തിട്ട് രണ്ടുപേരും കാറിലിരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. കഴിക്കുന്നതിനിടയിലല്ല വൂഫയും മൊത്തം ക്വിൻഷിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്റെ ബോസിനെ അറിയാവോ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണെന്ന് പറയാ. ഉടനെ ടേയും ആ എനിക്കറിയാം, എന്റെ ജൂനിയർ ആയിരുന്നു, ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചതെന്ന് പറയാ. ആണോ, എനിക്ക് അവരെ പറ്റി പറയാൻ പറഞ്ഞ എനിക്ക് അധികം ഒന്നും അറിയില്ല, ഞാൻ ഒരുപാട് ക്ലോസ് ഒന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ ടോപ്പിക് അങ്ങനെ കട്ട് ചെയ്തു. അവിടെ സീൻ കട്ടാക്കി ക്വിൻഷിയുടെ വീട്ടിൽ വന്നിട്ട് ആ ഡോക്യുമെന്റ്സ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുക. എന്നാ എന്ത് നോക്കിയിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. അത് വായിക്കുന്നതിനിടയിലും ക്വിൻഷിയുടെ ചേട്ടൻ നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിടയ്ക്ക് പ്രാഗിയ കാര്യം ഓർത്തോണ്ടായിരിക്കുന്നത്. ഇവളിങ്ങനെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ വിളിക്കുന്നുണ്ട് ലഗേജ് എടുക്കാനായിട്ട്. അപ്പോഴാണ് അവള് അയ്യോ അതെടുത്ത് വെച്ചില്ലല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് എഴുന്നേക്കാനായിട്ട് പോകുമ്പോ കാല ടേബിളിൽ ഇടിച്ച് കാല് നന്നായിട്ട് ചതഞ്ഞു. ഹീറോ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞ് കോള് കട്ടാക്കി. ഹീറോ വന്ന ഉടനെ കാലും കെട്ടി വെച്ചിട്ട് ഞൊണ്ടി ഞൊണ്ടി വന്ന് വാതിലും തുറക്കുന്നുണ്ട്. കണ്ടത് എന്ത്
എന്തു പറ്റിയെന്നൊക്കെ അന്വേഷിച്ച ചെറുതായിട്ടൊന്ന് ചതഞ്ഞതാ, വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ചേരം കഴിഞ്ഞ് നമുക്ക് ലഗേജ് എടുത്താൽ മതിയോ, പിന്നെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ച് ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം ഹീറോനെ കാണിച്ചിട്ട് ഇതിന്റെ അകത്തൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എല്ലാ കമ്പനികളും ചെയ്യുന്നത് പോലെ തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് ഉള്ളൂ, എന്നെ എന്തോ ഒന്ന് ഫിഷി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തോണ്ടേ ഇരിക്കുന്നു, നിനക്കാകുമ്പോ ഇതെല്ലാം അറിയാലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ച് ഹീറോയുടെ അടുത്ത് ഡോക്യുമെന്റ്സ് കാണിച്ച ഹീറോ അപ്പൊ തന്നെ നോക്കി തരാന്ന് സമ്മതിക്കുക. ഹീറോ പെട്ടെന്ന് സമ്മതിച്ചതും ക്യുൻഷിക്ക് എന്തോ സംശയം വന്നു. സത്യം പറ, എന്താ നിനക്ക് വേണ്ടത്? എന്റെ അടുത്തുനിന്ന് എന്തോ ആവശ്യമില്ലാതെ ഇത്രയും പെട്ടെന്ന് സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. കാര്യം പറ എന്ന് പറഞ്ഞാ എനിക്ക് ആവശ്യമൊക്കെ ഉണ്ട്, അത് ഞാൻ സമ്മതിക്കാം, പക്ഷെ ഇപ്പൊ പറയില്ല, ഇതെല്ലാം വർക്കൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുമ്പോ പറയാന്ന് പറയാ. അങ്ങനെ രണ്ടുപേരും വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരുപാട് നേരമായപ്പോ ക്യുൻഷിയുടെ അടുത്ത് പോയി കിടന്നോളാനൊക്കെ ഹീറോ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞ് അവളും കൂടെ ഇരുന്ന് അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ഹീറോ ഇപ്പോഴും ആത്മാർത്ഥതയോടെ തന്നെ പണിയെടുത്തോണ്ടിരിക്കുക. ക്യുൻഷി അവിടെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് അവന്റെ കോട്ട് എടുത്ത് വന്ന് പൊതച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് അത് ക്വിൻഷിയുടെ റൂം തന്നെയാണോ എന്ന് സംശയമുള്ള രീതിയിൽ റൂമിന്റെ ഷേപ്പേ മാറിയെന്ന് പറയാം. അത്രയും ക്ലീൻ ആക്കി വെച്ചു ഹീറോ. രാത്രി ഉറങ്ങാതെ വീട് വൃത്തിയാക്കലായിരുന്നു എന്ന് തോന്നുന്നു ഹീറോയ്ക്ക്. അവിടെയുള്ള ഓരോ സാധനം നന്നായിട്ട് അടുക്കി പെറുക്കി മിനുക്കി വെച്ചു. അങ്ങനെ ഈ പണിയെല്ലാം എല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ള ആശ്വാസത്തിൽ വന്നപ്പോഴാണ് ഹീറോക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അമ്മയ്ക്ക് ഇപ്പൊ ഒരു സെൽഫി എടുത്ത് അയച്ചു കൊടുത്താ ഞാനിപ്പോ ഇവളുടെ കൂടെയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുമല്ലോ, അപ്പൊ പിന്നെ ഞങ്ങളുടെ അടുത്ത് കുറച്ചുകൂടെ വിശ്വാസം തോന്നിയാലോ എന്നും കരുതി ക്വിൻഷിയുടെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. കറക്റ്റ് ആ ടൈമില് ക്വിൻഷി കണ്ണു തുറന്നിട്ട് എന്തിനാ ഇപ്പൊ ഫോട്ടോ എടുത്തേന്ന് നോക്കുക. ഹീറോയുടെ ഫോണും മേടിച്ചിട്ട് കാര്യം ചോദിച്ചാ ഹീറോ നടന്ന കാര്യം എല്ലാം പറഞ്ഞു. ക്വിൻഷിയും ഓടിപ്പോയി റെഡി ആയിട്ട് ഞാനൊരു വീഡിയോ തന്നെ അയച്ചേക്കാന്ന് പറഞ്ഞ് ഹായ് അമ്മേ, അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഓക്കെ പറയാം, ഞങ്ങളിപ്പോ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്, മാരേജിന് മുമ്പും മാരേജിന് ശേഷവും ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് കവിളിൽ ഒരു ഉമ്മയും കൊടുത്തിട്ടാ പോകുന്നത്. കിസ് കിട്ടിക്കഴിഞ്ഞപ്പോ ചെറിയ രീതിയിൽ ഷോക്കൊക്കെ ആയി. എന്നിട്ട് ക്വിൻഷി അവളുടെ ഒരു ബുക്കൊക്കെ അടുക്കി വെച്ചേക്കുന്ന റൂം കാണിച്ചു കൊടുത്തിട്ട് നീ ഇവിടെ സ്റ്റേ ചെയ്തോന്ന് പറയാം. എന്നിട്ട് ക്വിൻഷിയും ധൃതിയില് ഓഫീസിലേക്ക് പോയി. ഇപ്പോഴാണ് ക്വിൻഷി അയച്ച വീഡിയോ അമ്മയ്ക്ക് കിട്ടിയത്. അമ്മ ഇത് കണ്ടതും കാറി പൊളിക്കാൻ തുടങ്ങി. വെറുതെ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കൂടെ പോയി താമസിക്കാൻ പോയേക്കുന്നു. അങ്ങനെയെങ്കിലും അവൻ സത്യം പറയുമെന്ന് കരുതിയ ഞാൻ ഇതെല്ലാം പറഞ്ഞത്, അല്ലാതെ താമസിക്കുന്നൊന്നും ഞാൻ കരുതിയില്ല എന്ന് പറയാ. ഇവിടെ ഹീറോ ആണെങ്കിൽ ഡീപ് ക്ലീനിങ് തുടങ്ങിയിരിക്കുക. ബാത്റൂം സഹിതം ക്ലീൻ ആക്കി ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും മുഴുവനും ക്ലീൻ ആക്കി അടിപൊളിയാക്കി. അങ്ങനെ എല്ലാം കഴിഞ്ഞ ആശ്വാസത്തില് ആമക്കുട്ടിയോട് പുതിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു നിൽക്കുക. അവിടെ സിങ്കട്ടാക്കി ഇന്നലെ ഹീറോ കൊടുത്ത റിപ്പോർട്ട്സ് ഒക്കെ ആയിട്ട് ക്വിൻഷി അവളുടെ ബോസിന്റെ അടുത്തേക്ക് വന്നിരിക്കുക. അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കമ്പനി ഫ്രോഡ് ആണെന്നും അവര് ആൾക്കാരുടെ പൈസ എല്ലാം കൂടെ വെട്ടിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ. ബോസ്, ഈ ട്രാപ്പിൽ പോയി വീഴരുത്, നമ്മൾ പുറകെ നടക്കുന്ന ആ ലാനും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഫ്യൂച്ചറിൽ നമ്മുടെ കമ്പനി തന്നെ പൂട്ടേണ്ട രീതിയിൽ പ്രോബ്ലം ആകും ഇത്, അതുകൊണ്ട് അവരുമായിട്ടും ഒരു കോൺട്രാക്റ്റും വേണ്ടെന്ന് പറയാം. ഇതെല്ലാം കേൾക്കുന്ന ബോസിന് തല കറങ്ങുന്ന പോലെ ഉണ്ട്. അയ്യോ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ആ കോൺട്രാക്ട് കൊടുത്തു വിട്ടു എന്ന് പറയാ. ഇത് കേട്ട ഉടനെ ക്വിൻഷി വൂഫേനെയും വിളിച്ച് നീ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, എത്രയും പെട്ടെന്ന് ആ കോൺട്രാക്ട് തടയണം, അത് ബ്ലോക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാ. വൂഫേ ടേയുടെ കൂടെയായിരുന്നു. പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ചിറങ്ങി അവൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ കോൺട്രാക്ട് ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. കോൺട്രാക്ട് ബ്ലോക്ക് ആയി എന്നറിഞ്ഞതേ ലിഡായി ഓടി വന്ന് അവരുടെ ലോയറായിട്ട് നിന്നെ സെലക്ട് ചെയ്യാത്തോണ്ട് നീ കുശുമ്പിനല്ലേ ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഇത്രയും നാളുമില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പൊ ഉള്ളതെന്ന് ചോദിച്ചാൽ ക്വിൻഷി ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് കാണിക്കുകയാണ്. അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോസ് ടെൻഷനോടെ തന്നെ ബോസിന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നുണ്ട്. ഹസ്ബൻഡും ഓ ഭാഗ്യത്തിന് നമ്മൾ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അറിഞ്ഞല്ലോ, ഇനിയിപ്പോ കുഴപ്പമില്ല, ഇതിൽ ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറയാ. എന്നാ ഇത് കേട്ടോണ്ടിരിക്കുന്ന ബോസിന്റെ മുഖം വീണ്ടും ഡള്ളായി. ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു സൈലൻസ് കണ്ടപ്പോഴേ ഹസ്ബൻഡിന് മനസ്സിലായി ബോസ് ഓൾറെഡി അതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന്. നീ എത്ര രൂപയാ അതിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് ചോദിക്കുക. 25 മില്യൺ ആണ് ബോസ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ ലിഡായും ക്വിൻഷിയും ടെൻഷൻ ആവുന്നുണ്ട്. 25 മില്യണോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കമ്പനി തന്നെ പൂട്ടേണ്ടി വരുമല്ലോ. എന്തേലും ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഹസ്ബൻഡ് വരുന്നുണ്ട്. ഹസ്ബൻഡുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുക ഇനി എന്ത് ചെയ്യാൻ പറ്റൂന്ന്. ഹസ്ബൻഡ് ഉടനെ നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട വന്നാലും ശരി എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ തിരിച്ചെടുത്തേ പറ്റുള്ളൂ, വേറൊരു മാർഗവും ഇല്ലെന്ന് പറയാ. എന്നിട്ട് പ്രത്യേകം ലിഡായോടും ക്വിൻഷിയോടും പറയുന്നുണ്ട് നമ്മൾ മാത്രമേ ഈ ഒരു കാര്യം അറിയാൻ പാടുള്ളൂ. ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതും വിഡ്രോ ചെയ്യാൻ പോകുന്നതും ഒക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ വളരെ പ്രോബ്ലം ആണ്, അതുകൊണ്ട് ഇത് വേറെ ആരോടും പറയരുതെന്ന് പ്രത്യേകം വാൺ ചെയ്യുന്നുണ്ട്. ക്വിൻഷി ഉടനെ ഹീറോനെ വിളിച്ച് ഈ കാര്യം വേറെ ആരോടും പറയരുതേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ലിഡായുടെ വാ ചുമ്മാതിരുന്നില്ല. കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ചാൻ എന്ന് പറയുന്ന വേറൊരു ലോയറിന്റെ അടുത്ത് നടന്ന കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. എന്നിട്ടും ലിഡായി പറയുന്നത് ക്വിൻഷി മനഃപൂർവ്വം ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നതാണോ എന്നുള്ളതാ. ആ ഒരു ലോയറും എപ്പോഴും ക്വിൻഷിയായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. നിന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻസ് ക്വിൻഷി ഇങ്ങനെ പോയാൽ മേടിക്കും, കാരണം കുറച്ച് അഡ്വാൻറ്റേജസ് കൂടുതലാ അവക്ക്, അത് നീ ഓർത്തോണെന്ന് പറയാ. ഉടനെ ലിഡായും എന്ത് അഡ്വാൻറ്റേജസ്, അവളുടെ മാരേജ് കഴിഞ്ഞ ഒരു കൊച്ചുണ്ട്, എന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല, അത്ര വല്ലേ ഉള്ളൂ, അത് എത്ര അഡ്വാൻറ്റേജ് ഒന്നും അല്ലാന്ന് പറയാ. ചാനു ഉടനെ ഇതും പറഞ്ഞോണ്ടിരുന്നു നല്ല പ്രായത്തിൽ പോയി കെട്ടാൻ നോക്ക്, അല്ലെങ്കിൽ വയസ്സാം കാലത്ത് ആരും കൂടെ കാണത്തില്ല എന്ന് പറഞ്ഞ് ലിഡാനെ ട്രോളാൻ തുടങ്ങി. ലിഡാക്ക് ഇത്രയും ഇൻസ്പിറേഷൻ കിട്ടിയോണ്ട് ഓടിപ്പോയി ഒരു മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് വിളിച്ചിട്ട്
നിങ്ങൾ അയച്ചിരുന്ന ഒരു പയ്യനും കൊള്ളത്തില്ല. മര്യാദയ്ക്ക് എനിക്കൊരു നല്ല പയ്യനെ കണ്ടുപിടിച്ചു തന്നോളാം പറയാ. മാം ഒന്നുകൊണ്ട് ദേഷ്യപ്പെടണ്ട, ഞാൻ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പയ്യന്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുന്നത് നമ്മുടെ ഹീറോയുടെ ഫോട്ടോയാണ്. ഈ പയ്യന്റെ പേര് യാങ്. അടിപൊളി പയ്യനാണ്. ഈ പയ്യനെ കാണാനായിട്ടാണ് കഴിഞ്ഞൊരു പ്രാവശ്യം അപ്പോയിന്റ്മെന്റ് എടുത്തത്. എന്നാ അപ്പൊ കാണാൻ പറ്റിയില്ല. എന്തായാലും ഇനി മിസ്സാക്കാതെ നോക്കാൻ മാം എന്ന് പറയാ. എന്നാ യാങ് എന്നുള്ള ഈ ഒരു പേര് കേട്ടപ്പോ ലിഡായ്ക്ക് എവിടെയോ കേട്ട പോലെ ഒരു ഓർമ്മ. പിന്നെ അത് ക്വിൻഷിയുടെ ഹസ്ബൻഡിന്റെ പേരാണല്ലോ എന്ന് ഓർമ്മ വന്നത്. ആ ഫോട്ടോയും കൂടെ കണ്ടപ്പോ ചെറിയൊരു സംശയം തോന്നി തുടങ്ങി. ആ ഫോട്ടോയും നോക്കിയിരിക്കുന്ന സമയത്ത് ക്വിൻഷി അവിടേക്ക് വരുന്നുണ്ട്. ബോസ് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ലിഡായും ക്വിൻഷിയും കൂടെ ഓഫീസ് റൂമിലേക്ക് വന്നിരിക്കുക. ബോസും ഹസ്ബൻഡും കലി തുള്ളി നിൽക്കുകയാണ്. ഇവരോട് ഈ കാര്യങ്ങളൊന്നും ലീക്ക് ആകരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കാര്യം മുഴുവനും ലീക്കായി ഓഫീസ് റൂം മുഴുവനും കോളുകൾ കൊണ്ട് നിറഞ്ഞു. ആ റൂമിലുണ്ടായിരുന്നത് നിങ്ങൾ രണ്ടുപേരാണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. ഈ ഒരു കാര്യം ലീക്ക് ആവരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടും നിങ്ങൾ ആരത് ചെയ്തതെന്ന് ചോദിക്കാം. ഞാൻ ഇവിടുന്ന് നേരെ ഓഫീസ് റൂമിൽ മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ ആരോട് സംസാരിച്ചിട്ട് പോലും ഇല്ലാന്ന് ക്വിൻഷി പറയുന്നുണ്ട്. ഉടനെ ലിഡായും ഞാൻ ചാനുമായിട്ട് ജസ്റ്റ് എന്റെ മാരേജ് കാര്യമൊക്കെ സംസാരിച്ചതേ ഉള്ളൂ, വേറൊന്നും സംസാരിച്ചില്ലാന്ന് എന്തോ ഒളിപ്പിക്കുന്ന പോലെ പറയാൻ തുടങ്ങി. ഉടനെ ബോസും നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പോ ഈ ഒരു ന്യൂസ് ഇവരുടെ കൈവിട്ട് പോവാൻ തുടങ്ങിയിരിക്കുന്നു. ക്വിൻഷിയും ചോദിക്കുന്നുണ്ട്, ഇതിലിപ്പോ എന്താ ഇത്ര പ്രോബ്ലം? നോർമലി എല്ലാരും ചെയ്യുന്നത് പോലെ അതിലിട്ട റിസ്ക് കൂടുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ വിഡ്രോ ചെയ്തു എന്നല്ലേ ഉള്ളൂ. അതെന്തെങ്കിലും പ്രശ്നം വന്നാലും നമുക്ക് ഫേസ് ചെയ്യാന്ന് പറഞ്ഞ് ലിഡായും ക്വിൻഷിയും റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. പുറത്തേക്ക് വരുമ്പോഴും ലിഡായ യാങ്ങിനെ പറ്റിയാണ് ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുന്നത്. നിന്റെ ഹസ്ബൻഡ് പുറത്ത് പഠിച്ചതെന്നല്ലേ പറഞ്ഞത്? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന് യാങ് എന്നാണ് പേര്. ഇവിടെ ഫിനാൻസ് തന്നെയാണ് പഠിച്ചതെന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ തുടങ്ങി. ക്വിൻഷിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി. പ്രത്യേകിച്ചൊന്നും ഫേസില് കാണിക്കാതെ പെട്ടെന്ന് തന്നെ അതുവിധം പറഞ്ഞ് അവിടെ നിന്നും പോവാൻ തുടങ്ങി. അവിടെ സിംഗട്ടാക്കി ഹീറോയിനാണ് കാണിക്കുന്നത്. അമ്മ കോള് ചെയ്ത് നീ എവിടാന്ന് ചോദിച്ചാ ഞാൻ പച്ചക്കറി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോവാന്ന് പറയാ. അത് കേട്ട അമ്മയ്ക്ക് അയ്യോ എന്റെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? ഇതൊന്നും നമുക്ക് കാണാനുള്ള ത്രാണിയില്ല മോനെ. എത്ര നാളായിട്ടൊരു മൊട്ടസൂചി മേടിക്കാൻ പറഞ്ഞിട്ട് പോലും അവൻ മേടിച്ചിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ പച്ചക്കറിയൊക്കെ മേടിക്കുക എന്നുള്ള രീതിയിലാണ് അമ്മ പറയുന്നത്. ഉടനെ ഹീറോയും എനിക്കിപ്പോ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ അമ്മ, പിന്നെന്തിനാ ഇപ്പോഴും ആ മാട്രിമോണിയിൽ എന്നെ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുന്നത്? അത് പെട്ടെന്ന് തന്നെ മാറ്റണേന്ന് പറയാ. അമ്മയും അത് പണ്ടങ്ങാണ്ട് ചെയ്തതാ. ഇപ്പോഴും പുതിയൊരു അപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നീ ഒന്ന് പോയി നോക്കാൻ മേലായിരുന്നു പറയാ. അമ്മ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടമ്മേ. അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുക. അതൊക്കെ വിട് മോനെ, നീ ക്വിൻഷിയുടെ ഓഫീസ് എവിടാന്ന് പറഞ്ഞില്ലല്ലോ, ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞ എന്തിനാ അവളെ പോയി ശല്യപ്പെടുത്താനാണോ? അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഹീറോ ഫോണും കട്ടാക്കി. അവിടെ സീൻ കട്ടാക്കി ക്വിൻഷിയുടെ ചേട്ടത്തിയമ്മ അവളെ വിളിച്ചിട്ട് എനിക്കെന്തോ മനസ്സിനൊട്ടും സുഖമില്ല, നീയുമായിട്ട് ഡ്രിങ്ക് ചെയ്യണമെന്ന് തോന്നി, ഞാൻ നിന്റെ ഫ്ലാറ്റിലേക്കാ പോകുന്നത്, നീ വൈകുന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. എന്നിട്ട് ലിഫ്റ്റിൽ കയറാൻ നേരം അവിടെ നമ്മുടെ ഹീറോ നിപ്പുണ്ട്. ഹീറോനെ കണ്ടതും ക്വിൻഷിക്ക് ഒരു മെസ്സേജ്, ഇത്രയും ഹാൻസം ആയിട്ടുള്ള പയ്യനൊക്കെ നിന്റെ ഫ്ലാറ്റിന്റെ അടുത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്തായാലും നീ വാന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. ആ മെസ്സേജ് കണ്ടതും ക്വിൻഷി ഫോൺ എടുത്ത് ചേട്ടത്തമ്മേനെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് ഭയങ്കര ബിസിയാണ്, ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കൂടി ടൈമില്ല, ഇന്ന് വരലേ എന്ന് പറയുന്നുണ്ട്. എന്റെ ചേട്ടത്തമ്മയുടെ കയ്യില് ഹീറോ ഓൾറെഡി പെട്ടിരുന്നു, ഒന്നും പേടിക്കണ്ട, നീ പതിയെ വന്നാ മതി, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറയാ. ക്വിൻഷി ഉടനെ ചേട്ടത്തിയമ്മയുടെ കോള് കട്ടാക്കി ഹീറോനെ വിളിക്കുക. ഹീറോനെ വിളിച്ചാലോ ആ ഫോൺ മേടിച്ച് സംസാരിക്കുന്നതും ചേട്ടത്തിയമ്മ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ ക്വിൻഷി, നീ പതിയെ തിരക്കൊക്കെ കഴിഞ്ഞു വന്നാ മതി, ഒരു ധൃതിയുമില്ല, ഞങ്ങൾ ഇവിടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് ചേട്ടത്തിയമ്മയും കോള് കട്ടാക്കി. ഇനി എങ്ങനെ ഹീറോയിൻ സമാധാനത്തോടെ ഇരിക്കാനാ? ടെൻഷൻ അടിച്ച് എല്ലാം പരക്കി കെട്ടി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാ. ലിഡായി ഇവിടെ ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ചായയോടൊക്കെ പോയി നീ ക്വിൻഷിയുടെ ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ടോ, അയാളെ പറ്റി എന്തെങ്കിലും അറിയാവോന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചോണ്ടിരിക്കുക. ക്വിൻഷിയുടെ ടേബിളില് ഒരു ഫോട്ടോ ഉണ്ട്, അതിന്റെ അകത്ത് ഹസ്ബൻഡ് ഉണ്ടെന്നാ തോന്നുന്നത്, അത് പോയി നോക്കാൻ മേലായിരുന്നോ എന്ന് ലിഡായോട് പറയുന്നുണ്ട്. ഇത് കേട്ട പാതി ക്വിൻഷിയുടെ റൂമിന്റെ അവിടെ പോയി എത്തി വലിഞ്ഞ് നോക്കുകയാണ് ലിഡായി. ഇത് കറക്റ്റ് വൂഫേ കണ്ടു. എന്താ ഇവിടെ ചെയ്യുന്ന ലിഡാ മാം എന്ന് വന്ന് ചോദിച്ചാ ഫോട്ടോ നോക്കാൻ വന്നാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വെറുതെ വന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സ്കൂട്ടായി. ഇവിടെ ക്വിൻഷിയാണെങ്കിൽ 100-110 എന്നുള്ള സ്പീഡിലാണ് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ ഹീറോ എന്തൊക്കെ പറഞ്ഞൊപ്പിച്ച് കാണുമോ എന്നുള്ള ഒരു ടെൻഷനില്. അതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡൊക്കെ മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.